എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ഇൻഡോ ചൈനീസ് സോസ് ആയിട്ടുള്ള ഷെസ്വാൻ സോസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് മോമോസ്, സ്പ്രിംഗ് റോൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് നമ്മൾ തയ്യാറാക്കില്ലേ, അതിന്റെ കൂടെ ഡിപ്പായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ നൂഡിൽസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടല്ലോ. അപ്പോൾ ഷെസ്വാൻ സോസ് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഷെസ്വാൻ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 25 ഗ്രാം കാശ്മീരി ഉണക്കമുളകും അതുപോലെ 25 ഗ്രാം സാധാരണ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ഉണക്കമുളക് അതായത് മുഴുവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് സാധാരണ ഉണക്കമുളക് അതിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ കാശ്മീരി ഉണക്കമുളക് എടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് കളർ കിട്ടും, അതുപോലെ എരിവും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം, അപ്പോൾ എരിവ് കുറവായിട്ട് വരും. അപ്പോൾ മുഴുവനായിട്ട് എല്ലാത്തിനും സീഡ്സ് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ പകുതി എണ്ണത്തിൻ്റെ മാത്രം സീഡ്സ് മാറ്റിയെടുക്കാം. അപ്പോഴും കുറച്ച് എരിവ് കുറവായിട്ട് തന്നെ വരുമല്ലോ. അപ്പം ഞാനിപ്പോൾ പകുതിയോളം മുളകിൻ്റെ സീഡ്സാണ് മാറ്റിയെടുക്കണത്, അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ എടുക്കണ മുളകിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചും എരിവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ കണ്ടില്ലേ കുറച്ച് മുളകിൻ്റെ സീഡ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യാം ഒരു പോട്ടിൽ, അപ്പോൾ നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ പച്ചമുളകൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഒരു മുളകിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കൊടുത്താൽ മതി, അപ്പോഴിത് സോഫ്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് സമയം സാധാരണ ഒരു പാത്രത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം, അത്രേ തന്നെയുള്ളൂ. ഇനി അരമണിക്കൂർ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ, അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് റെഡിയായി വന്നതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ട് കണ്ടില്ലേ, മുളകൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇതുപോലെ വന്നാൽ മതി. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് അരച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ടല്ല അരച്ചെടുക്കേണ്ടത്, ചെറിയ തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ചില്ലി പേസ്റ്റൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിൽ അരച്ചെടുക്കാൻ പാടില്ല ഇതിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുമ്പോൾ. അതുപോലെ വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചെടുക്കുന്നത്, അല്ലാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇതിലിപ്പോൾ ചെറിയൊരു നനവുണ്ടാവുമല്ലോ, അത് തന്നെ മതി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് തീരെ അരച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കട്ടെ, പക്ഷേ ചെറിയ തരികളോട് കൂടി തന്നെ അരച്ചെടുക്കട്ടെ. ഫൈനായിട്ട് ഒരിക്കലും അരച്ചെടുക്കരുത്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ഫൈനല്ല, ചെറിയ തരികളൊക്കെ നമുക്കിതിൽ കാണാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഞാനിപ്പോൾ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് എള്ളെണ്ണ അല്ലെങ്കിൽ സെസമി ഓയിൽ. ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സോസിന് നന്നായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക, പക്ഷേ ഞാനിതായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എണ്ണ വേണം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ഷെസ്വാൻ സോസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എണ്ണ ഉണ്ടാവും അതിൽ. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കുമ്പോൾ തന്നെയാണ് ഷെസ്വാൻ സോസ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്ത് തന്നെ ചേർക്കണത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. അതുപോലെ ഇതൊരിക്കലും ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി, അത്ര തന്നെ മതി. പക്ഷേ ഒരുപാട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് മാറും, അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ഞാനിതിൽ പറയണ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ, അപ്പോഴായിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ആവശ്യത്തിന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ മുളകുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയിൽ ഇത് മിക്സ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നല്ലപോലെ ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റോളം സമയം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുളകിൻ്റെയും പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോ സ്മെല്ലായിരിക്കും, പ്രത്യേകിച്ച് കാശ്മീരി മുളകിന് ഒരു റോ സ്മെല്ല് കൂടുതലുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് മല്ലിയുടെ സ്റ്റെമ്മാണ്, അതായത്
മല്ലിയില നമ്മൾ വാങ്ങിക്കില്ലേ, അപ്പോൾ അതിൻ്റെ തണ്ട് ഭാഗമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലറി ആണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സെലറി ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മല്ലിയുടെ സ്റ്റെം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട് ഇതിന്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണത്. ഒരു 6-7 മിനിറ്റോളം സമയം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗമൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, തുറന്ന് നോക്കിയ സമയത്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ആയി വന്നിട്ടുമുണ്ട്. ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം 1/2 കപ്പ് അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് തന്നെ വരിക. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട സോസുകൾ ഓരോന്നൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് വൈറ്റ് വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ വിനിഗർ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് പ്രിസർവേറ്റീവായിട്ടാണ് വിനിഗർ ഇതിൽ വർക്ക് ചെയ്യണത്, അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും. അപ്പോൾ വിനിഗറൊന്നും ഒരുപാട് അളവിൽ ചേർക്കരുത്, 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സോയാ സോസാണ്. ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസാണ്. 2 ടീസ്പൂൺ അളവിലാണ് ഡാർക്ക് സോയാ സോസ് ഇതിലേക്ക് ചേർക്കുന്നത്. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും 2 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ നമ്മൾ എടുക്കുന്ന ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ബ്രാൻഡിനനുസരിച്ചും ചിലപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. അതിനനുസരിച്ച് കൂടുതലോ കുറവോ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊരു 1.5 ടീസ്പൂണോളം അളവിലൊക്കെ വേണ്ടി വരും. ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെയായിരിക്കും കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് ഇത് വരിക. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ഈ സമയത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോസുകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്, കാരണം കുറച്ചും കൂടി സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് മാറും ഈ ഒരു സോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം, അതുപോലെ വെള്ളം ഒന്ന് വറ്റി വരണം. ആ ഒരു രീതിയിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ റെഡി ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഷെസ്വാൻ സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ റെഡി ആയിട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ചൊരു ലൂസായിട്ടായിരിക്കും ഇരിക്കുക. പക്ഷേ ഇത് തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിലേക്ക് വരും. ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തണുത്ത് വരുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ വരണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസം വരെ ഇത് കേടുകൂടാതെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനി ഒന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ, അതിനുശേഷം ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേർത്ത് കൊടുത്ത സമയത്ത് റെക്കോർഡ് മോഡ് ഓൺ ആയിരുന്നില്ല, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുരുമുളക് പൊടി കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയാണ്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് തണുത്ത് കഴിയണ ഒരു സമയത്ത്. അപ്പോൾ കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക. അതുപോലെ ആവശ്യമുള്ള സമയത്ത് സ്പൂൺ ഉപയോഗിച്ചിട്ട്, നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് എടുത്താൽ മതി. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഫ്ലേവറോട് കൂടിയുള്ള ഒരു സോസ് തന്നെയാണത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.